നമസ്കാരം. ഇന്ന് മേടം 2. ഇന്നേ ദിവസം ചില രാശിക്കാർക്ക് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് അല്പം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ദിവസമാണ്. ഇവർക്ക് പല കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, ചില അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഭാഗ്യഫലങ്ങൾ, ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സാക്ഷാൽ പരമശിവനെ ഒരു നിമിഷം നിങ്ങൾ വന്ദിക്കുക. മേടം രാശി. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറും. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാണ്. മികച്ചതായ ഒരു സമയത്തിലൂടെയാണ് ഇവർ കടന്നു പോവുക. കാരണം ഇന്നേ ദിവസം പല രീതിയിലും ജീവിതം മാറി മറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്ന് വരാം. സന്തോഷകരമായ നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാണ്. സാമ്പത്തിക സ്ഥിതി അത്ഭുതപ്പെടുത്തുന്നതായി തീരും. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. നേട്ടങ്ങൾ ഒരുമിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന്. ഇന്നേ ദിവസം നിങ്ങൾക്ക് ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങളിലേക്ക് കടക്കാവുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും. ചില വ്യക്തികൾ മൂലമുണ്ടാകുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ ധനം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്ന് ചേരുകയോ ചെയ്യാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ്. സന്തോഷകരമായ വാർത്തകൾ, ശുഭകരമായ വാർത്തകൾ തേടിയെത്തുന്ന സമയമായി തന്നെ മാറും. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം മറക്കുവാൻ സാധിക്കാത്തതായ ഒരു ദിവസമായി മാറാം. കാരണം ഇന്നേ ദിവസം അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും ജീവിതത്തിൽ അരങ്ങേറുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ചും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നതായ ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. ജീവിതത്തിൽ സന്തോഷകരമായ പല നിമിഷങ്ങളും പല നേട്ടങ്ങളും തേടിയെത്തുന്ന ഒരു ദിവസമായി തന്നെ മാറാം. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്കരികിലുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം നേടിയെടുക്കുക, നിങ്ങളിലേക്ക് കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കും. ശുഭകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ചില വ്യക്തികൾ മൂലം ഉണ്ടായിട്ടുള്ളതായ പ്രയാസങ്ങളെ അത് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു സമയമാകുന്നു. അത് നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ പ്രകടമാകുന്നതായ ഒരു സമയമായി തന്നെ മാറും. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം പ്രധാനപ്പെട്ടതായ ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. കാരണം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. നേട്ടങ്ങൾ തേടി എത്തുന്ന അല്ലെങ്കിൽ ഭാഗ്യം പല കാര്യങ്ങളിലും തുണയ്ക്കുന്നതായ സാഹചര്യം വന്നു ചേരും. അത് സാമ്പത്തികപരമായ ലാഭമോ തൊഴിൽപരമായ ഉയർച്ചയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാണ്.
അശ്രദ്ധ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തണം. സന്തോഷകരമായ നിമിഷങ്ങൾ സന്തോഷകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായ ദിവസം കൂടിയാകുന്നു. എന്നാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ സാമ്പത്തിക നഷ്ടത്തിന് കാരണമായി തീരും. എന്നാൽ പൊതുവിൽ ധനം കൈകളിലേക്ക് വന്നു ചേരുകയും ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ ലാഭങ്ങൾ വന്നു ചേരുകയോ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ സഹായം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ധനം ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. ചില വ്യക്തികൾ മൂലമുണ്ടായിട്ടുള്ളതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. അതല്ല നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമാവുകയോ, തൊഴിൽ മാറുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയോ, അത്തരത്തിൽ പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സൂചനകൾ ലഭിക്കുകയോ അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കുകയോ ചെയ്യാം. അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സമയം കൂടിയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്ന സമയം തന്നെയാണ്. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം കൂടുതൽ അനുകൂലമായി ഭവിക്കും. ശ്രദ്ധ അല്പം വേണ്ടതായ ദിവസമായി തന്നെ പരാമർശിക്കാം. കാരണം ഭാഗ്യം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അത് ധനപരമായ നേട്ടങ്ങളിലേക്കോ അതല്ല നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അത് നേട്ടങ്ങൾക്ക് കാരണമായി തീരാം. തയ്യാറെടുപ്പുകൾ കൃത്യമായി നടത്തുകയും അതേപോലെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ദിവസമായി തന്നെ മാറും. വെല്ലുവിളികൾ പലതും കടന്നു വന്നു എന്ന് വരാം. എന്നാൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ദിവസമായി തന്നെ മാറും. ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ആഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങളും നേടിയെടുക്കുക, കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സന്തോഷകരമായ വാർത്തകൾ നാൾക്കുനാൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും. കൂടാതെ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ, അവരിൽ നിന്നും സഹായം ലഭിക്കുക, അത് തൊഴിൽപരമായ സഹായങ്ങളുമാകാം. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഗൗരവത്തോടെ തന്നെ കാണുവാൻ സാധിക്കുകയും ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. വെല്ലുവിളികൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ആഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും. കാര്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി തന്നെ കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും. ജീവിതത്തിൽ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നതായ വ്യക്തികളാണ് ഇവർ. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമ്പത്തിക കാര്യങ്ങൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കാരണം ചെലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നതായ സമയമാണ്. ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമ്പത്തിക സ്ഥിരത വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും മികച്ചതായ സമയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വർദ്ധിക്കാം. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നു വന്നു എന്ന് വരാം. എന്നാൽ പല കാര്യങ്ങളിലും അശ്രദ്ധ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് പലവിധ നഷ്ടങ്ങൾക്കും കാരണമായി തീരാം. ഏത് കാര്യം കൈകാര്യം ചെയ്യുമ്പോഴും അതിനാൽ ശ്രദ്ധ പുലർത്തണം. സാമ്പത്തിക സ്ഥിതി മികച്ചതായി തീരും. ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. കൂടാതെ നിസാരം എന്ന് കരുതി വിടുന്നതായ പ്രശ്നങ്ങൾ പലപ്പോഴും അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാം. അതിനാൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കൂടാതെ ഈ സമയം സന്തോഷകരമായ മാറ്റങ്ങൾ, അനുകൂലമായ മാറ്റങ്ങൾ
ഭാഗ്യം തുണയ്ക്കുക, ജോലി മാറുക, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാണ്. പൊതുവിൽ ഈ ദിവസം ഭാഗ്യം തുണയ്ക്കുന്നതായ ദിവസമായി തന്നെ മാറും.